ഒരു രാജ്യം യുദ്ധത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് സ്റ്റാൻഡ് ടുഗദർ. ഓരോരുത്തരുടെയും മൊറാല് എന്ന് പറയുന്നത് നിൻ്റെ മൈൻഡിൽ എന്താണ്, എൻ്റെ മൈൻഡിൽ എന്താണ്, ആ കുട്ടിയുടെ മൈൻഡിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെയൊക്കെ രക്തം തിളയ്ക്കുന്നത് ചിലപ്പം വേണ്ട എനിക്ക് വല്ലതും സംഭവിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിക്കത്. അല്ല സാർ, എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ കുറേ കാണുക. എല്ലാവരുടെയും വികാരം വേറൊരു രീതിയിലായിരിക്കും. നമ്മളെ വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കണം എന്നുള്ളത്. ഇത് ഒരു ക്രിക്കറ്റ് മാച്ച്, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് തന്നെയാണത്. നിന്നെ ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല മോനെ. നീയോ മറ്റേ ഞങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റിലൊക്കെ വല്ലപ്പോഴും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ സങ്കടപ്പെടുന്നുണ്ട്. യുദ്ധത്തിൽ ഒരിക്കലും അവർക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും പവർഫുള്ളാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഇരുന്ന് ചൊറിയുമ്പോൾ, കാരണം അവൻ്റെ ഫൈനാൻഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, സീറോ ആണ്. ഇവൻ്റെ കച്ചവടം എന്തായിരുന്നു? ഡ്രഗ്സ്, ടെററിസം. ഇത് രണ്ടും ഇപ്പം ഓടുന്നില്ല. ഡ്രഗ്സ് അവൻ അഫ്ഗാനിസ്ഥാനിൽ കിട്ടുന്നില്ല, അവന്മാർ ബ്ലോക്ക് ചെയ്തു, അവർ വേറെ റൂട്ട് കൂടെ വിട്ടു. അപ്പോൾ ഇതും നടക്കില്ല. ടെററിസ്റ്റുകൾ അവർക്ക് കിട്ടുന്നില്ല. അഫ്ഗാനിസ്ഥാൻ അവരുടേതായിട്ടുള്ള കച്ചവടം നടത്തുകയാണ്. അവർ കുറച്ചുകൂടെ സമാധാനപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള ഈ അൽഖ്വായ്ദ എന്ന് സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ റിപ്പോർട്ട് വന്നല്ലോ. അന്ന് ഞാൻ പറഞ്ഞു അവന്മാർ ഫിനിഷ്. കാരണം അൽഖ്വായ്ദയ്ക്ക് ഫുൾ വേൾഡിൽ ശത്രുക്കളാണ്. അമേരിക്കയ്ക്ക് അൽഖ്വായ്ദ എന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ എവിടെ കിട്ടിയാലും തട്ടിക്കളയും.